ഹായ്, വെൽക്കം ടു അമ്മൂസ് സെമി കിച്ചൻ. അപ്പോൾ ഇന്ന് ഞാൻ റെഡിയാക്കാനായിട്ട് പോകുന്നത് വീറ്റ് ഹൽവയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ വീറ്റ് ഹൽവ ചെയ്യാൻ നോക്കിയാലോ? അപ്പോൾ വീറ്റ് ഹൽവ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. അതിന് ഞാൻ 1 കപ്പ് വീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ മെഷറിംഗ് കപ്പിൽ 1 കപ്പാണ് ഞാൻ എടുത്തിട്ടുണ്ട്. 2 കപ്പ് പഞ്ചസാര, ആവശ്യത്തിന് നെയ്യ്, കുറച്ച് കാഷ്യൂ നട്ടും അതുപോലെ തന്നെ കുറച്ച് കിസ്മിസും എടുത്തിട്ടുണ്ട്. ഷുഗർ കാരമലൈസ് ചെയ്യാൻ 1/2 കപ്പ് ഷുഗറും അതുപോലെ തന്നെ 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്ര ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെയാണ് ഈ വീറ്റ് ഹൽവ ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഗോതമ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കില്ലേ, അതിൻ്റെ പരുവത്തിൽ നമ്മളൊന്ന് കുഴച്ചെടുക്കണം. കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഈ മാവ് ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു 3 അല്ലെങ്കിൽ 4 കപ്പ് വെള്ളം വരെ നമുക്കിതിൽ ഒന്ന് ഒഴിക്കണം. ഇത് മുങ്ങാൻ തരത്തിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇപ്പം ഞാൻ മൊത്തം ഒരു 4 കപ്പ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ 3 കപ്പാണ് എടുത്ത്, അതിൽ കൂടെ ഞാൻ എക്സ്ട്രാ 1 കപ്പ് കൂടി ചേർത്തി 4 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു 3 അല്ലെങ്കിൽ 4 മണിക്കൂറോ കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ഇതിൻ്റെ പാല് പിഴിഞ്ഞെടുക്കണം. ഇപ്പോൾ ഞാനിതൊന്ന് അടച്ചു വെക്കുകയാണ്. ഇപ്പോൾ ഈ മിക്സ് ഞാൻ വെച്ചിട്ട് ഒരു 4 മണിക്കൂറായി. ഇനി നമുക്കിത് തുറക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഊറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് പിഴിഞ്ഞ് പാല് പിഴിഞ്ഞെടുക്കണം. ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് പാല് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്റ്റെയിനിലോട്ട് ഇത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫിൽറ്റർ ചെയ്തിട്ട് എടുക്കണം. ഇപ്പോൾ എല്ലാം ഞാനൊന്ന് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് വേസ്റ്റാണ്, ഇത് നമുക്ക് ആവശ്യമില്ല. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഷുഗർ നല്ലോണം നമുക്കൊന്ന് കാരമലൈസ് ചെയ്ത് എടുക്കണം. അതിനിപ്പോൾ ഞാൻ ഒരു 1/2 കപ്പ് ഷുഗറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഷുഗർ നന്നായിട്ടൊന്ന് കാരമലൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചിങ്ങനെ ബബിൾസ് പോലെ ഫോം ചെയ്യുമ്പോൾ നമുക്ക് നിർത്താം. വേഗം നിർത്തണം, അല്ലെങ്കിൽ ഇതിനൊരു കയ്പ്പ് രസം ഫീൽ ചെയ്യും. ഇപ്പോൾ ഇതിലുണ്ട്, ഇതിൽ ഞാൻ ബബിൾസ് ഫോം ആയിട്ടുണ്ട്. ഞാൻ ഇത് സ്റ്റവ് ഓഫ് ചെയ്യാനായിട്ട് പോവാണ്. ഇനി നമ്മളിത് കൂടുതൽ ടൈം വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു കയ്പ്പ് രസം ഫീൽ ചെയ്യും. ഇപ്പം ഞാൻ ഈ പാനൊന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുറുകണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഈ മിക്സ് റെഡിയാക്കുമ്പോൾ എപ്പോഴും നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്യണം, ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത് കേട്ടോ. നമ്മൾ നേരത്തെ ഇളക്കി വെച്ച മിക്സ് നന്നായിട്ടൊന്ന് കുറുകി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമ്മളൊന്ന് കുറുക്കിയെടുക്കണം. ഇപ്പോൾ ഇതുണ്ടോ, ഇത് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് പഞ്ചസാര ഞാൻ ഇടുന്നുള്ളൂ. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഞാനൊരു 1/2 ടേബിൾ സ്പൂണ് നെയ്യ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഷുഗർ പാകത്തിന് ഉണ്ടോ എന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കണം ഷുഗർ. ഇപ്പം ഞാൻ ഇതിലേക്ക് 2 കപ്പും ഫുള്ളായിട്ട് ഷുഗർ ചേർത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഷുഗർ കറക്റ്റാണോ നോക്കാം. ഇപ്പം ഷുഗർ നന്നായിട്ട് കറക്റ്റായി വന്നിട്ടുണ്ട്. പിന്നെ പഞ്ചസാരയുടെ മധുരം അതിൻ്റെ കുറവൊക്കെ നിങ്ങളുടെ അനുസരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. ഇതിലേക്ക് ഞാൻ ഈ ഒരു 1/2 ടേബിൾ സ്പൂണും കൂടി നെയ്യ് ചേർക്കാണ്. ഇപ്പം ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂണും കൂടി നെയ്യ് ചേർക്കാണ്. പിന്നെ മധുരത്തിൻ്റെ പാകമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കണം കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ ഷുഗർ കാരമലൈസ് ചെയ്തിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉണ്ട്, ഇത് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂണും കൂടി ചേർക്കാൻ നെയ്യ്. ഇപ്പോൾ ഈ അലുവ നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. പാനിൽ നിന്നൊക്കെ നന്നായിട്ടൊന്ന് ഇങ്ങനെ വിട്ട് പോരുന്ന പരിവായിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് കാഷ്യൂ നട്ടും അതുപോലെ തന്നെ കറുത്ത മുന്തിരിയും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഹലുവ നന്നായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിത് സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വീറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമൻറ്റൊന്നും ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് അമ്മൂസ് സെമി കിച്ചൻ.